നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യൻ സഞ്ചാരിയായിരുന്നു. മതത്തിന്റെയോ ഭാഷയുടെയോ രാജ്യങ്ങളുടെയോ അതിർവരമ്പുകളില്ലാതെ അവൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യന് രാജ്യത്തിന്റെ അതിർത്തി കടക്കണമെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികളിൽ ഏറ്റവും പ്രധാനമാണ് പാസ്പോർട്ടും വിസയും. ഷെങ്കൻ വിസയെക്കുറിച്ചാണ് ഇന്ന് ചരിത്രഭൂമികയിൽ പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ അല്ലാത്തവർക്ക് ഷെങ്കൻ മേഖലയിലുള്ള രാജ്യങ്ങളിലേക്ക് 90 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറിയ സന്ദർശനത്തിനായി നൽകുന്ന പ്രവേശന അനുമതിയാണ് ഷെങ്കൻ വിസ. ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, ഐസ്ലാൻഡ്, ഇറ്റലി, ലാത്വിയ, ലിച്ചൻസ്റ്റൈൻ, ലിത്വാനിയ, ലക്സംബർഗ്, മാൾട്ട, നെതർലാൻഡ്സ്, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സ്ലോവേനിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് ഇവയാണ് ഷെങ്കൻ അംഗരാജ്യങ്ങൾ. വിസ കാലാവധി കഴിയുന്നതിനു മുൻപ് ഷെങ്കൻ പ്രദേശം വിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ വിസ അനുവദിക്കുകയുള്ളൂ. ഇതുകൂടാതെ താമസ കാലയളവിന് ആവശ്യമായ ഉപജീവന മാർഗം ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ അതിന് അനുബന്ധിച്ചിട്ടുള്ള പ്രസക്തമായ രേഖകളെല്ലാം തന്നെ ഹാജരാക്കേണ്ടിയും ആവശ്യമാണ്. സിംഗിൾ എൻട്രി ഷെങ്കൻ മേഖലയിലേക്ക് ഒറ്റത്തവണ മാത്രം പ്രവേശനം നൽകുന്ന വിസയാണ് സിംഗിൾ എൻട്രി. മൾട്ടിപ്പിൾ എൻട്രി വിസ വേറെയുണ്ട്. ഇതുപ്രകാരം ഷെങ്കൻ മേഖലകളിൽ ഒന്നിലധികം തവണ മൾട്ടിപ്പിൾ എൻട്രിയിൽ സന്ദർശിക്കാവുന്നതാണ്. നിങ്ങൾ പ്രധാനമായും സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ആദ്യം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലെ വിസ സെന്റർ, എംബസി എന്നിവ വഴി വിസയ്ക്കായി അപേക്ഷിക്കാം. സ്ലോട്ടുകൾ പെട്ടെന്ന് നിറയും, പ്രത്യേകിച്ച് അവധിക്കാലത്ത്. അതിനാൽ വിസ അപ്പോയിന്റ്മെന്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. 2008 മെയ് മുതൽ ഇന്ത്യക്കാർക്ക് എല്ലാവിധ ഷെങ്കൻ വിസയ്ക്കും 5587 രൂപയാണ് ഫീസ് ഉള്ളത്. 6 മുതൽ 12 വയസ്സുള്ളവർക്ക് കുട്ടികൾക്കാണെങ്കിൽ 3259 രൂപയാണ് ഫീസ് വരുന്നത്. 90 ദിവസത്തിൽ കൂടുതൽ സന്ദർശനം നീളുമെങ്കിൽ അത് 9219 രൂപ അടയ്ക്കേണ്ടതുണ്ട്. വിസ അപേക്ഷാ ഫോം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മുൻ വിസകളുടെ പകർപ്പ്, കുറഞ്ഞത് 2 ബ്ലാക്ക് പേജുകളോടുകൂടിയ പാസ്പോർട്ടിന്റെ പകർപ്പ്, യാത്രാ ഇൻഷുറൻസ് പോളിസി, താമസത്തിന്റെ വിശദാംശങ്ങൾ, പണത്തിന്റെ വിശദമായ രേഖകൾ, ഫ്ലൈറ്റിന്റെ വിശദാംശങ്ങൾ എന്നിവയെല്ലാം നൽകേണ്ടതുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ രക്ഷിതാക്കളുടെ ഒപ്പോടുകൂടിയ വിസ അപേക്ഷാ ഫോം, ജനന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, രക്ഷിതാക്കളുടെ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ്, കുട്ടി മാതാപിതാക്കളിൽ ഒരാളുടെ കസ്റ്റഡിയിലാണെങ്കിൽ കോടതി ഉത്തരവ്, ഇവയെല്ലാം കൂടി നൽകേണ്ടതുണ്ട്. VSC വെബ്സൈറ്റ് വഴി വിസ അപേക്ഷയുടെ തൽസ്ഥിതി അറിയാം. ഇതിനായി റഫറൻസ് നമ്പർ നൽകുന്നതായിരിക്കും. സാധാരണയായി 15 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വിസ ലഭിക്കും. ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടായേക്കാം. ഇന്ത്യയിലെ ഷെങ്കൻ എംബസികളിൽ അധികവും നേരിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കും. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കാലതാമസവും കൂടും. അപ്പോൾ ഇതെല്ലാമാണ് ഷെങ്കൻ വിസ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ രാജ്യങ്ങളിലേക്ക്, ഷെങ്കൻ വിസ വേണ്ട രാജ്യങ്ങളിലേക്ക്, നേരത്തെ ഞാൻ കുറേ രാജ്യങ്ങളുടെ പേര് പറഞ്ഞുവല്ലോ, ആ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെങ്കൻ വിസ എടുക്കൂ. ഇപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ ആണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിയമാവലികളെല്ലാം അനുസരിച്ച് യാത്ര പോയിട്ട് വരൂ.